എത്ര നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും തമ്പനയിൽ കൊള്ളില്ല എങ്കിൽ വ്യൂസും കുറയും അല്ലേ? എല്ലാവർക്കും തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഇമേജ് വെച്ചിട്ട് ഇൻഷോട്ടിൽ എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ 2 ഇമേജ് വെച്ചിട്ട് എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഇമേജ് എല്ലാം ഞാൻ വാട്സപ്പ് മെറ്റ AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. മെറ്റ AI വെച്ച് എങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെലക്ട് ചെയ്ത ഇമേജിനെ 16:9 റേഷ്യോയിലേക്കാക്കി നമുക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഇമേജിന് വേണ്ടി താഴെ PIP ക്ലിക്ക് ചെയ്ത് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനെ ആവശ്യാനുസരണം കട്ട് ചെയ്തതിന് ശേഷം മാസ്ക് കൊടുക്കുക. മാസ്ക് കൊടുത്തതിന് ശേഷം അതിലെ മൂന്നാമത്തേത് സെലക്ട് ചെയ്ത് സൈഡിലെ ആരോ പിടിച്ച് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് മാസ്ക് ചെയ്യുക. അതിനുശേഷം അതിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലാക്ക് റെക്റ്റാങ്കിൾ കൊടുന്ന് വെക്കുക. അതിനെ മാസ്ക് ചെയ്തതിന് ശേഷം അവിടെ ടെക്സ്റ്റ് കൊടുക്കാം. രണ്ട് കളറിലെ ടെക്സ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കുറക്കാനോ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനെ 2 എണ്ണമാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ട് ടെക്സ്റ്റുകളെയും ആവശ്യമായ സൈസുകളിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ടിനും വ്യത്യസ്ത രീതിയിൽ കളർ കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടെക്സ്റ്റിനെ ഭംഗിയാക്കാൻ സാധിക്കും. ഇതാണ് 2 ഇമേജുകൾ വെച്ച് തമ്പനയിൽ ഉണ്ടാക്കുന്ന ഒരു രീതി. മറ്റൊരു രീതിയും കൂടെ പറഞ്ഞു തരാം. വീണ്ടും ആ ഇമേജിനെ ആവശ്യമായ സൈസിലേക്ക് മാറ്റാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അതിനെ മാറ്റുക. എന്നിട്ട് വീണ്ടും ഓവർലേ ആയിട്ട് മറ്റൊരു ഇമേജിനെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഓവർലേ ആയിട്ട് കൊണ്ടുവന്ന ഇമേജിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുക. ഓവർലേ ആയി കൊണ്ടുവന്ന ഇമേജിനെ ഒരു സൈഡ് മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്തതിന് ശേഷം അതിനെ ആവശ്യാനുസരണം മൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും മുൻപ് ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിട്ട് മാസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് റെക്റ്റാങ്കിൾ നമ്മുടെ ഇമേജിനെ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മേലിലോട്ട് മൂവ് ചെയ്യാവുന്നതാണ്.
പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് 2 ആയിട്ട് കൊടുക്കുക. 2 കളറും വേണമെങ്കിൽ കൊടുക്കാം. ഫൈനലായിട്ട് ഇങ്ങനെയുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. തമ്പനെയിൽ ഉണ്ടാക്കാൻ വലിയ വലിയ ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ മതി. നമുക്ക് എഡിറ്റിംഗ് ആപ്സിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷോട്ട് വെച്ചിട്ട് തന്നെ ഇതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.